രണ്ട് കൈകളും ഉയർത്തി ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന യേശുവേ ആരാധന. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, 1000 ആരാധന സ്തുതി ഗീതികൾ ദൈവസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. മാലാഖമാരോട് ചേർന്ന്, സ്വർഗനിവാസികളോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോടൊപ്പം ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകായിരം കുടുംബങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കർത്താവിനെ വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന. നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി തിരുവോസ്തു രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയുവാനും നമ്മളെ എല്ലാവരെയും അവിടുന്ന് ഏറ്റവും സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആത്മജ്വാല ശുശ്രൂഷയിലൂടെ കർത്താവ് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈശോ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കേറെ പ്രധാനപ്പെട്ട ഏതാനും ചില ദൈവവചന ഭാഗങ്ങൾ ഭക്തിയോടെ ശ്രവിക്കാം. നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന്. എല്ലാം അറിയുന്ന കർത്താവ്, എല്ലാം കാണുന്ന കർത്താവ് നമ്മളെ രക്ഷിക്കും. ഇനി നമുക്ക് ഈ ദൈവവചനം ഒന്ന് വായിക്കാം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000-ഓ 3000-ഓ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല, കാരണം അവർ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരന് മുൻപിൽ തോറ്റ് ഓടി. ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗര കവാടം മുതൽ ഷെബാറിം വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് കിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവെ, അമോര്യരെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാന് ഇക്കരെ കൊണ്ടുവന്നു? ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ഭാഗം ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലെ 3 മുതലുള്ള ദൈവവചന ഭാഗങ്ങൾ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിലും അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ദൈവവചന ഭാഗമാണ്. എല്ലാം കാണുന്ന കർത്താവ്, എല്ലാം അറിയുന്ന കർത്താവ് നമ്മളെയും രക്ഷിക്കും. ഇവിടെ ഇസ്രായേൽ പട്ടാളക്കാർ ആയി എന്ന പട്ടണത്തിലെ ഒരു ചെറിയ ജനസമൂഹത്തോട് പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ജോഷുവ ചെയ്ത കാര്യം, അയാൾ തലമുണ്ടനം ചെയ്ത് തലയിൽ പൊടി വാരിയിട്ടു, പൂഴിയിട്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റി, എന്നിട്ട് പൂഴിയിലിരുന്നു
ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പരാജയത്തിൽ അങ്ങേയറ്റം മനം നൊന്ത് വേദനിച്ചുകൊണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന്, സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കായി പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടും. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കായി പ്രവർത്തിക്കുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ കാണുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടും. അതാണ് ഒന്നാമതായിട്ട് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ മർമ്മം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാൽ ഓരോ പ്രാർത്ഥനയും എത്തിച്ചേരുന്നത് ദൈവസന്നിധിയിലാണ്, കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ്. ആ പ്രാർത്ഥന അങ്ങനെ എത്തുക തന്നെ ചെയ്യും. ഇവിടെ ജോഷുവ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിക്കുമ്പം അതിന് ചില ഘടകങ്ങൾ, പ്രത്യേകതകളൊക്കെ വേണം. ആരെങ്കിലും കാണിക്കാനായിട്ടോ അങ്ങനെയുള്ള വിധത്തിലല്ല. ജോഷുവ ചെയ്ത ഒരു വിധമുണ്ട്. അദ്ദേഹം വസ്ത്രം വലിച്ചു കയറി എന്നൊക്കെ പറഞ്ഞാൽ രാജകീയമായ വലിയ നേതാവിൻ്റേതായ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചു, എടുത്ത് കളഞ്ഞു. അധികാരചിഹ്നമായ തൊപ്പിയും ഇനി വടിയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചു. എന്നിട്ടോ തലയിൽ ചാരം പൂഴി വാരിയിട്ടു, നിലത്തിരുന്നു. എന്നിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് കൈ ഉയർത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ ഒക്കെ പ്രാർത്ഥനകൾക്ക് നേർക്ക് കർത്താവ് നോക്കും. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അങ്ങനെയുള്ളവരെ കർത്താവ് കൈവിടുകയില്ല. അങ്ങനെ പരിശുദ്ധ മറിയം ഇതുപോലെ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്ത പോലെ അങ്ങോട്ട് തീർത്തും ചെറുതാക്കിയതിന് ശേഷം അങ്ങ് പ്രാർത്ഥിച്ചു. ഏറ്റവും വലുതായി തീർന്നു. ഒരു ഫരിസേയൻ്റെയും ഒരു പാപിയുടെയും പ്രാർത്ഥന നമുക്കറിയാം. ഒരാൾ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്ത് ശൂന്യവൽക്കരിച്ച് പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, നിസ്സാരനാണ്. എന്നിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുയർത്താൻ പോലും പറ്റാത്ത വിധത്തിൽ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അയാൾ ഇതാ അങ്ങേയറ്റം അനുഗ്രഹീതനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമ്മൾ ഈ വചനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ്, ജീവിതത്തിൽ ഒരു വലിയ പരാജയം ഉണ്ടായാൽ, വേദനയുണ്ടായാൽ, തകർച്ചയുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ജോഷുവ നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ, ആ മഹാമനുഷ്യൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പരാജയം, ഇതിനെ ആയും പട്ടണത്തെക്കാളൊക്കെ 10 മടങ്ങ് ശക്തിയുള്ള സകലരെയും തകർത്ത ജോഷുവയാണ്. ജെറിക്കോ കോട്ട തകർത്ത് ആ പട്ടണത്തെ പിടിച്ചടക്കിയ ജോഷുവയും പട്ടാളക്കാരുമാണ് വെറും 2000 പേരുടെ മുന്നിൽ തകർന്ന് തരിപ്പണമായി തോറ്റോടിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പരാജയം ഉണ്ടായപ്പോൾ, വലിയ തകർച്ച നേരിട്ടപ്പോൾ ജോഷുവ ചെയ്തത്, ഇതെന്ത് ദൈവമാണ്, ഇങ്ങനെ ഈ ചെറിയ മനുഷ്യരുടെ മുന്നിൽ തോൽപ്പിച്ച ആ ദൈവം എന്ത് ദൈവം എന്നും പറഞ്ഞ് ആകപ്പാടെ നിരാശപ്പെട്ട് പിന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാതിരിക്കുകയല്ല ചെയ്തത്, കൂടുതൽ അടുത്തു കർത്താവിൻ്റെ പക്കലേക്ക്. ജീവിതത്തിൽ വന്നുപോയ ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ താളപ്പിഴ, പാകപ്പിഴ, അത് തിരുത്തിക്കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ കർത്താവിൻ്റെ പക്കലേക്ക് വരുന്ന ജോഷുവയെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമുക്ക് രണ്ടാമതായി പറഞ്ഞു തരുന്ന ആത്മീയ സത്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായ ഓരോ പരാജയങ്ങളുണ്ടാകാം, തകർച്ചകൾ വരാം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് തികച്ചും വിരുദ്ധമായ വിധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ആ സമയത്ത് നമ്മുടെ മനോഭാവം എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുറേ പേരൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പം, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്താ കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയത് ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിർത്തും. കുറേ പേര് ചെയ്യും,
ഇനി ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടോ കർത്താവിനോട് ചേർന്ന് നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ചിലരല്ല കുറേ പേരൊക്കെ ലഹരികൾക്ക് അടിപ്പെടും, പലതരത്തിലുള്ള ലഹരികൾക്ക്. മറ്റു ചിലർ പള്ളിയിൽ പോക്ക്, കുർബാനയിൽ സംബന്ധിക്കൽ, കുർബാനയിൽ പങ്കെടുക്കൽ, കുർബാന സ്വീകരണം, കുമ്പസാരം, ഇങ്ങനെയുള്ള ആത്മീയമായ അഭ്യസനങ്ങളെല്ലാം അങ്ങ് നിർത്തിവെക്കും. ചിലർ വേറെ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഏത് തരത്തിലുള്ളതായാലും കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ വരിക എന്നുള്ളതാണ് ജോഷുവ നമുക്കൊക്കെ കാണിച്ചു തരുന്ന വലിയ സത്യം. അങ്ങനെ വന്നപ്പോഴോ ജോഷുവ എന്തെന്നില്ലാത്ത വിധത്തിൽ ഉയർത്തപ്പെട്ടു, വളർത്തപ്പെട്ടു, വിജയിയായി തീർന്നു. അതുകൊണ്ട് പരാജയങ്ങളൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. ഇനി മൂന്നാമത്തെ ഇന്ന് നമുക്ക് നൽകുന്ന ആത്മീയമായ വലിയ സന്ദേശം എന്നതാണ്, ഈ ഭൂമിയിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം കിട്ടും, ദൈവം കാണുന്നുണ്ട് എന്ന്. ജോഷുവ എവിടെ വെച്ചാ പ്രാർത്ഥിച്ചത്? ഈ ഭൂമിയിൽ. ജോഷുവ എവിടെ വെച്ചാ ശിരസിൽ പൂഴി വാരിയിട്ടത്? ഈ ഭൂമിയിൽ. ജോഷുവ എവിടെ വെച്ചാ വസ്ത്രമൊക്കെ വലിച്ചു കയറി ചാക്ക് വസ്ത്രം എടുത്ത്? ഈ ഭൂമിയിൽ വെച്ച്. പക്ഷേ കണ്ടതാരാ? ഇതെല്ലാം കേൾക്കാനും കാണാനും ഒരു ദൈവമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ആയിരിക്കുന്ന വീടുകളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, പരിശുദ്ധ മാതാവിനോട് ജപമാല ചൊല്ലുമ്പോൾ, ഒരു വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, എന്നിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇതൊക്കെ കാണാൻ, എന്നിട്ട് സ്വീകരിക്കാൻ, അങ്ങനെ അനുഗ്രഹിക്കാൻ ഒരു കർത്താവ് ഈശോമിശിഹാ നമുക്കുണ്ട്. ആ കർത്താവ് എന്നത്തേക്കാൾ കൂടുതലായി ഇന്ന് ദിവ്യകാരുണ്യമായി ഇതാ നമ്മുടെ തൊട്ടു മുന്നിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ശക്തമായ സന്ദേശമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം കാണുകയും എല്ലാം അറിയുകയും എല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് ഈശോമിശിഹാ അനുഗ്രഹിക്കുന്ന വിധം അത് എത്രയോ അതിശയകരമാണ്, അത്ഭുതകരമാണ്. ഇന്ന് കർത്താവ് നമുക്ക് ഈ വചനം പറഞ്ഞു തരുന്നത് വെറുതെ ഒന്നുമല്ല. നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഒരു ഗാനം ആലപിക്കുമ്പോൾ അത് കർത്താവിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. കർത്താവ് അത് കാണുന്നുണ്ട്. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കാണുന്നുണ്ട്, കർത്താവ് സ്വീകരിക്കുന്നുണ്ട്. രണ്ട് കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിക്കുക, ഒരുമിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, വേദനകൾ, തകർച്ചകൾ, അത് എന്ത് തന്നെയായാലും, ഏത് കാരണത്തെ പ്രതിയായാലും കർത്താവ് കാണുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അറിയുന്നു. ഈശോ നമ്മളെ മനസ്സിലാക്കുന്നു. രണ്ട് കൈകൾ ഉയർത്തുക, എന്നിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നോക്കുക. കർത്താവിനെ തന്നെ നോക്കുക. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോ, നമ്മളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കർത്താവ്. ആ കർത്താവിന്റെ പക്കലേക്ക് രണ്ട് കൈകൾ ഉയർത്തി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ വേദനകൾ, സങ്കടങ്ങൾ, ഏത് കാരണത്തെ പ്രതിയായാലും എല്ലാം സമർപ്പിച്ച് യേശുവേ എന്ന് വിളിക്കാം. നമുക്ക് യേശുവേ എന്ന് വിളിക്കാം. സ്വരമുയർത്തി, കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചു. ജോഷുവ ചെയ്തതുപോലെ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചു. ഉറക്കെ വിളിച്ചോ, ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, കർത്താവിന്റെ പക്കലേക്ക് ഇങ്ങനെ കൈകൾ നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഉറക്കെ ആലപിക്കാം. ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. നമുക്ക് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ കർത്താവേ, ഇപ്പോൾ ഈ സമൂഹത്തിലെ ഓരോ മക്കളുടെ ജീവിതത്തിലെ
വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ വല്ലാതെ മനം നൊന്ത് വേദനിക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. പരീക്ഷകളിലെ പരാജയം, ജോലി നഷ്ടപ്പെടുന്നത്, കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തിരിയേറെ അധ്വാനിച്ച് പണിതുയർത്തിയ കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് തകർന്നു പോകുമ്പോൾ ഈശോയെ മനസ്സാകെ വേദനിച്ചും ഉള്ളാകെ പൊള്ളിയും ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഏത് കാരണത്തെ പ്രതി എന്ത് കാര്യമാണോ ഇങ്ങനെ തകർന്ന് പരാജയപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള മക്കളുടെ ജീവിതത്തിലെ വേദനകളെ കർത്താവേ ഇതാ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വസ്ഥത മൂലം വേർപെട്ട് കഴിഞ്ഞ എത്രയോ വ്യക്തികളാണ്, ദമ്പതികളാണുള്ളത്. വിവാഹ ജീവിതം പരാജയപ്പെടുന്നതിൻ്റെ പേരിൽ വല്ലാതെ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന അനേകം മക്കളുണ്ട്. അവരുടെ സങ്കടങ്ങളെ ഒക്കെ സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരാജയ സമയത്ത് കർത്താവെ നിരാശപ്പെടാതെ അങ്ങയുടെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ വരുവാനും അങ്ങയോട് ചേർന്ന് നിന്ന് ജോഷുവയെ പോലെ പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. മക്കളെ, നമുക്ക് രണ്ട് കൈകൾ ഉയർത്താം, ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കാം, യേശു നാമം വിളിക്കാം. ഉള്ളാകെ വേദനിക്കുന്ന പൊള്ളുന്ന സമയത്ത് പരാജയം മൂലം വലിയ വിഷമം ഉണ്ടാകുമ്പോൾ കർത്താവിനെ വിളിക്കാം. നമുക്ക് ജോഷുവയെ പോലെ കൂടുതൽ കർത്താവിനോട് അടുത്ത് നിന്ന് വിളിക്കാം. എല്ലാം കാണുന്ന കർത്താവ്, എല്ലാം അറിയുന്ന കർത്താവ്, നമ്മൾ സ്വീകരിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ വിളിക്കുക. മക്കളെ, വിളിച്ചുണരാൻ നമുക്ക്. ഈശോയേ, ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും കൈകൾ ഇങ്ങനെ കർത്താവിന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് വിളിച്ചാലപിക്കുക. ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എൻ്റെ കർത്താവേ, എത്രയോ അധികം വ്യക്തികളാണ് ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നത്. ദൈവമേ, ഉള്ള ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വല്ലാതെ സങ്കടവും നിരാശയും വേദനയും അനുഭവിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കായ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലി ഒരു അപ്രതീക്ഷിത സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നറിയാതെ വല്ലാതെ പകച്ച് പരാജയപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കായ വ്യക്തികളെ സമർപ്പിച്ചു. കർത്താവെ, അവരിലേക്കൊക്കെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള അവരുടെ വേദനയും വ്യഗ്രതയും ഈശോ ഇതാ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. ജോഷുവയുടെ പ്രാർത്ഥന സ്വീകരിച്ച കർത്താവേ, ജോഷുവയുടെ പ്രാർത്ഥന കേട്ട കർത്താവേ, ജോഷുവയെ അനുഗ്രഹിച്ച കർത്താവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിലെ സങ്കടങ്ങളും വേദനകളും അങ്ങ് കാണുന്നുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ നിരാശകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ പക്കലേക്ക് മക്കളെ നമുക്ക് രണ്ട് കൈകൾ ഉയർത്താം. നമ്മളെ കാണുന്ന കർത്താവ്, നമ്മളെ കേൾക്കുന്ന കർത്താവ്, നമ്മളെ അറിയുന്ന കർത്താവ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവ്, ആ കർത്താവിന്റെ പക്കലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ചുണരുക. കർത്താവ് രക്ഷിക്കും മക്കളെ. ജോഷുവയെ രക്ഷിച്ചതുപോലെ നമ്മളെ കർത്താവ് രക്ഷിക്കും. നമുക്ക് കർത്താവ് ജോലികൾ നൽകി അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരാം. ഈശോയേ, ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും കൈകൾ എങ്ങനെ നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് ചേർന്ന് ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം.
കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം മക്കളെ. എൻ്റെ കർത്താവേ, ഇതാ അങ്ങേ കൈകളിലേക്ക് പ്രത്യേകമായും വലിയ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപ്രതീക്ഷിതമായുണ്ടായ കടബാധിത മൂലം എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നറിയാതെ വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വലിയ കടഭാരത്തിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, ഒന്ന് തല ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ബിസിനസ്സിലെ നഷ്ടം, രോഗം മൂലം സംഭവിച്ച കടം, വിദ്യാഭ്യാസത്തിനെടുത്ത എഡ്യൂക്കേഷൻ ലോൺ, മക്കളുടെ വിവാഹം നടത്താനായിട്ട് വാങ്ങിയ പണം, ഏത് കാരണത്താലായാലും ഇന്ന് വലിയ കടഭാരത്താൽ വേദനിക്കുന്ന സകലരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. അവരുടെ വേദന അങ്ങ് അറിയുന്നുണ്ടല്ലോ, അവരുടെ കഷ്ടപ്പാട് അങ്ങ് അറിയുന്നുണ്ടല്ലോ. കർത്താവേ, ഇതാ അങ്ങയുടെ മക്കൾ അങ്ങേ പക്കലേക്ക് 2 കൈകളും ഉയർത്തുന്നു. മക്കളെ, നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടപ്പാട് കാണുന്ന കർത്താവ് നമ്മുടെ കടഭാരം മാറ്റിത്തരാൻ ഈശോ തിരുമനസ്സാകും. അവിടുത്തെ വിളിക്കാൻ നമുക്ക് കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചുണരാൻ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. രക്ഷിക്കുന്ന കർത്താവ്, അനുഗ്രഹിക്കുന്ന കർത്താവ്, ശക്തിപ്പെടുത്തുന്ന കർത്താവ്, ആ കർത്താവിനെ വിളിക്കാം. ഈശോയേ, ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും കൈകൾ ഇങ്ങനെ തുറന്നു പിടിച്ച് ഒരുമിച്ച് ചേർന്ന് ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. മുട്ടുകൾ കുത്തിക്കൊണ്ട് ഒരുമിച്ച് ഉള്ളാകെ പൊള്ളുന്ന സങ്കടമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, നോക്ക്, കൈകൾ യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഏറ്റ് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ.